നടൻ മമ്മൂട്ടിക്കായി ശബരിമലയിൽ നടത്തിയ വഴിപാടിന്റെ രസീത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചോർത്തിയെന്നാണ് മോഹൻലാൽ പ്രതികരിക്കുന്നത്. ബോർഡിലെ ആരോ ആണ് രസീത് ലീക്ക് ചെയ്തതെന്ന് മോഹൻലാൽ ആരോപിച്ചു. അതേസമയം മോഹൻലാലിന്റെ ആരോപണം ദേവസ്വം ബോർഡ് തള്ളി. രസീത് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരല്ലെന്നും രസീദിന് ഭക്തന് നൽകുന്ന ഭാഗമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതെന്നും ബോർഡ്. ശബരിമലയിൽ പോയി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ പൂജ അത് ദേവസ്വം ബോർഡിലെ யாரோ somebody leaked that receipt to the press. அது எதுக்கு சொல்லணும்? இட்ஸ் ஆல் வெரி பர்சனல் இல்லையா? உங்களுக்காக ஒராள் ஒரு ப்ரே பண்ணுறது why should you tell? இல்லை, நிறைய பேர் பாருங்க ஐ வில் ப்ரே ஃபார் யூ എന്നിട്ട് அப்படியே வேறு ஏதாவது பேசிகிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா? ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர், என்னோட ஒரு பிரதர். ஸோ ഇറ്റ്സ് നത്തിങ് റോങ്. ചെന്നൈയിൽ നടന്നൊരു എമ്പുരാന്റെ ഭാഗമായിട്ടുള്ള പ്രസ് മീറ്റിലാണ് ഇങ്ങനൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, നമ്മളെല്ലാം ഇത് വാർത്തയാക്കുന്നതും ഇതിൻ്റെ ഒരു നന്മയും സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെച്ചാണ്. ഇങ്ങനെ ഒരു കാഴ്ച അന്ന് ശബരിമലയിൽ പ്രശാന്ത് തന്നെയാണ് അവിടുന്ന് മോഹൻലാൽ അവിടെ എത്തുമ്പോൾ അവിടുന്ന് തത്സമയം വിവരങ്ങൾ പങ്കുവെച്ചത്. അതൊരു സ്നേഹത്തിൻ്റെ ഒരു മാതൃകയായിട്ടാണ് കണ്ടത്. പക്ഷേ ഇത് അനാവശ്യമായി കുറേ വിവാദങ്ങളിലേക്കൊക്കെ വന്ന് വിട്ടുപോയി. എന്താണ് മോഹൻലാൽ പറയുന്നത്? ഒപ്പം ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് എന്താണ്? മുഹമ്മദ് കുട്ടി വിശാഖം എന്ന നക്ഷത്രത്തിലാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വന്ന് വഴിപാട് നടത്തിയിരുന്നു. അതിൽ ഒരു രസീത് പുറത്തു വരികയാണ് ചെയ്തത് വഴിപാട് നടത്തിയതിൻ്റെ. അപ്പോൾ അതേക്കുറിച്ച് മോഹൻലാൽ ഇന്നലെ ചെന്നൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യമായി വിഷയം വന്നപ്പോൾ താൻ വ്യക്തിപരമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് എന്തിന് പുറത്തു പറയണം, അതായത് ആ രസീത് ചോർത്തിയത് താനല്ല, അത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിലെ ചിലർ ലീക്ക് ചെയ്തതാണ് എന്നാണ്. അതായത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തൊരു വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് അതിൽ മോഹൻലാൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് ഇതിലൊരു വിശദീകരണം ഇറക്കിയിരിക്കുന്നു. മോഹൻലാലിന് ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണയിലൂടെയാണ് ഇത് പറഞ്ഞത്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരല്ല ഈ വഴിപാടിൻ്റെ രസീത് ചോർത്തിയത് എന്നതാണ്. അതിന് അവർ കാരണം പറയുന്നത് ഈ വഴിപാടിൻ്റെ ആരാണ് വഴിപാട് നടത്തുന്നത് ആ ആൾക്ക്, അല്ലെങ്കിൽ മോഹൻലാലിന് നൽകിയ രസീതിൻ്റെ ഭാഗമാണ് പുറത്തു വന്നത്. കൗണ്ടർ ഫോയിൽ ആണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത്. പക്ഷേ അതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത്തരമൊരു വാദം ദേവസ്വം ബോർഡ് നൽകുമ്പോഴും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ഇത് എഴുതുന്നത്. അവർ കൗണ്ടർ ഫോയിൽ സൂക്ഷിക്കുന്നുണ്ടാകാം. പക്ഷേ അവർ ഇത് എഴുതുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്താൽ ഒരു പക്ഷേ മോഹൻലാൽ പറയുന്നതായിരിക്കില്ലേ ശരി. കാരണം ഇതേ കുറിപ്പ് ഈ രസീത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പ് എടുത്താലും സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്തായാലും പറഞ്ഞു അദ്ദേഹം ഇത് പരസ്യപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നില്ല എന്ന്. എങ്കിൽ പിന്നെ ആരാണ് ഇത് പരസ്യപ്പെടുത്തിയത്? സാങ്കേതികമായി മാത്രമേ നമുക്ക് ദേവസ്വം ബോർഡിന്റെ ആ മറുപടിയെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ? തീർച്ചയായും ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ റെസീറ്റിൻ്റെ ഇപ്പോൾ പുറത്ത് വന്ന ഈ രസീതിന് രണ്ട് ഭാഗമാണ്. രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. ഒന്ന് കൗണ്ടർ ഫോയിലും ഒന്ന് ഈ വഴിപാട് എഴുതുന്ന ആൾക്ക് നൽകുന്ന ഭാഗവും. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം ഇത് ഭക്തന് നൽകിയ ഭാഗത്ത് നിന്ന് ആരാണ് വഴിപാട് എഴുതിയത്, ആ വഴിപാട് എഴുതിയ ഭക്തൻ്റെ ഭാഗത്തു നിന്നുള്ള റെസീറ്റിൻ്റെ ഭാഗമാണ് പുറത്തു വന്നതെന്നാണ്. ഇത് പറയുമ്പോഴും മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഈ വഴിപാട് റെസീറ്റിൻ്റെ കൗണ്ടർ ഫോയിലും ഇതൊക്കെ ഉള്ളപ്പോഴും ഇതിൻ്റെ ഒരു കാർബൺ കോപ്പി ദേവസ്വം ബോർഡിൻ്റെ പക്കലുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ തൻ്റെ ഭാഗത്തു നിന്നല്ല, താനല്ല ഇത് പുറത്തുവിട്ടതെന്ന് മോഹൻലാൽ പറയുന്നു. ഇത് ലീക്ക് ചെയ്തത് ദേവസ്വം ബോർഡ്. സത്യത്തിൽ ഇപ്പോൾ ഈ ഫോട്ടോ ആരാണ് എടുത്തതെങ്കിലും അതൊരു ദുഷ്ടലാക്കോടെയാണ് എടുത്തതെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു കൗതുകം കൊണ്ടും മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട്. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റൊന്നുകൊണ്ടല്ല, അവരുടെ ആ സൗഹൃദവും അതോടൊപ്പം തന്നെ നമുക്ക് പ്രിയപ്പെട്ട ആർക്കും മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളിയുടെ സ്വന്തമാണ്. അത് ലോകമെങ്ങുമുള്ള മലയാളി. എനിക്ക് അദ്ദേഹം സഹോദരനെ പോലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി ഐ വിൽ പ്രേ ഫോർ യു എന്ന് പറയുമ്പോൾ പ്രേ ചെയ്യണം, അല്ലാതെ അപ്പുറത്തുനിന്ന് വേറെ കാര്യം പറയുന്നത്. തീർച്ചയായിട്ടും മമ്മൂട്ടിക്കായാലും മോഹൻലാലിനെ ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് മലയാളിക്ക് ഒരു തടസ്സവുമില്ല. പ്രത്യേകിച്ച് മതേതര മുഖമുള്ള ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തുമ്പോൾ അതിനെ ആ നന്മയോടുകൂടി കാണുക എന്നുള്ളതാണ്. അതെ, അപ്പൊ അതുകൊണ്ട് നല്ല കാര്യമാണ്. ഒരു അനാവശ്യ വിവാദം എന്ന് തന്നെ പറയേണ്ടതല്ല. മോഹൻലാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു. അത് ഇഷ്ടമുള്ളവർ അതേ മനസ്സോടുകൂടി സ്വീകരിക്കുക. ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് തൃപ്തി അടയുക എന്നതാണ് പ്രധാനം.